friends, welcome back to my channel. ഇപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മെയിൻലി വേണ്ടത് പ്ലാസ്റ്റിക് കവറാണ്. അത് നമുക്ക് ഫ്ലവേഴ്സിന് വേണ്ടി യൂസ് ചെയ്യാനാണ്. പഞ്ചസാരയും മൈദയൊക്കെ വാങ്ങിക്കുന്ന ഇതുപോലത്തെ ക്ലിയർ ആയിട്ടുള്ള കവേഴ്സാണ് നമുക്ക് വേണ്ടത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. കൂടാതെ നമുക്ക് ലീവ്സ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒറിജിനൽ ലീവ്സ് തന്നെ യൂസ് ചെയ്യുന്നത്. ഇതിൽ പെയിൻറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ടാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് സിസേഴ്സ്, ഇത് കട്ട് ചെയ്യാനായിട്ട് പൂക്കളുടെ, പിന്നെ പൂക്കൾ ടൈ ചെയ്ത് വെക്കാനായിട്ട് നൂൽക്കമ്പി വേണം, കുറച്ച് ടൈറ്റായിട്ടുള്ളത് വേണം, പിന്നെ ഗ്രീൻ ടേപ്പും. നമുക്കിനി ലീവ്സ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അക്രിലിക് പെയിൻറ്റോ ഫാബ്രിക് പെയിൻറ്റോ യൂസ് ചെയ്യാം. ലീവ്സിന് കളർ കൊടുക്കാൻ വേണ്ടി ഗ്രീനിൻ്റെ 2 ഷെയ്ഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 2 ഷെയ്ഡ്സാണ് യൂസ് ചെയ്ത് ഇതിൽ മിക്സ് ചെയ്ത് അടിച്ചിരിക്കുന്നത്. ഓൾട്ടർനേറ്റീവായിട്ട് നമുക്കതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടാതെ നമുക്ക് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലെ ചെറിയ ബ്രാഞ്ചസ് ഉള്ള, ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബദാമിൻ്റെ ബ്രാഞ്ചാണ്. അതാകുമ്പോൾ ചെറിയ ഇതിൽ ഡിവിഷൻസ് ഉള്ളതുകൊണ്ട് നമുക്കതിൽ പൂക്കൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ബ്രാഞ്ച് ഞാൻ ഓൾറെഡി പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ലീവ്സ് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ 2 സൈഡും ഡ്രൈ ചെയ്യണം. ആദ്യമേ ഒരു സിംഗിൾ കോട്ട് അടിച്ചിട്ട് അത് ഡ്രൈ ആയിട്ട് സെക്കൻഡ് കോട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 2 സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കത് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കണം. നമുക്ക് ലീവ്സ് എല്ലാം ഡ്രൈ ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. അതിന് നമ്മൾ ആദ്യം നമ്മുടെ കവർ എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ചുളിവൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ എഡ്ജസിലെ ആ ഒരു ജോയിൻ്റ് കട്ട് ചെയ്ത് മാറ്റണം. നന്നായിട്ടത് നിവർത്തി വെച്ചിട്ട് നമുക്ക് ഈ ഒരു കോഡ് കൊണ്ട് 2 ഫ്ലവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ സെൻറ്ററിൽ കൂടെ നീളത്തിൽ തന്നെ, നമുക്ക് നീളത്തിൽ വേണ്ടത്. അപ്പം നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ സെൻറ്ററിൽ നിന്നൊരു ഫോൾഡ് കൊടുത്തിട്ട് ജസ്റ്റ് നടുക്കുനിന്ന് മുറിച്ചെടുക്കുവാണ്. ഇനി ഞാനിപ്പം ഈ ഷീറ്റിലോട്ട് വെക്കാതെ കാണാൻ പറ്റത്തില്ല. സോ ഞാനൊരു പീസ് എടുത്തിട്ട് നമ്മൾ പേപ്പർ ഫാൻ ഉണ്ടാക്കത്തില്ലേ, പേപ്പർ ഫാൻ ഉണ്ടാക്കുന്ന പോലെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അത് ഫോൾഡ് ചെയ്ത് എടുക്കണം. ഫുള്ള് അങ്ങേ അറ്റം വരെ നമ്മളത് ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളത് ഫുള്ള് ഫോൾഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ബെൻഡ് ചെയ്തിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നൂൽക്കമ്പി വെച്ചിട്ടൊന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം. നമുക്ക് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കണം. അതിനെ നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് അതിൻ്റെ സൈഡൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ മടക്കി വെച്ചിരിക്കുന്ന ആ ഓരോ ഫോൾഡിങ്ങും സെപ്പറേറ്റ് ചെയ്യണം. അതപ്പം 2 ലെയറല്ല വരുന്നത്. 2 ലെയർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടത് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഫ്ലവർ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നൂൽക്കമ്പിയിൽ ചുറ്റി കൊടുക്കാം. നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് വേണം ഗ്രീൻ ടേപ്പ് ചുറ്റാനായിട്ട്. അങ്ങനെ നമ്മൾ ഗ്രീൻ ടേപ്പ് നമ്മുടെ ഫ്ലവേഴ്സിന് ചുറ്റിയെടുത്തു. ഇതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 5-6 ഫ്ലവേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലീവ്സ് സെറ്റ് ചെയ്യണം. നമ്മൾ ഡ്രൈ ചെയ്യാൻ വെച്ചിരുന്ന ലീവ്സ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവേഴ്സിനും ആവശ്യമായിട്ടുള്ള ലീവ്സ് അതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മളിപ്പം ഒരു ചെറിയ ഫ്ലവർ എടുത്തിട്ട് ചെറിയ ലീവ്സ് അതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
ഗ്രീൻ ടേപ്പ് വെച്ച് തന്നെയാണ് ഞാൻ ചുറ്റിയെടുക്കുന്നത്. അതായിരിക്കും നല്ലത്, കാരണം ആ സെയിം കളറിലായിരിക്കും. കൂടാതെ നമുക്കിത് പശ യൂസ് ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സെയിം രീതിയിൽ നമുക്ക് വേണ്ട ഫ്ലവേഴ്സ് എല്ലാം നമുക്ക് 1-2 ലീവ്സ് വെച്ചിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. ഇനി നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പിലേക്ക് നമുക്ക് ടൈറ്റ് ചെയ്ത് ഫിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ ഓരോ ചെറിയ ചെറിയ ശിഖരങ്ങളുണ്ടല്ലോ, അതിലേക്കാണ് നമ്മൾ ഓരോ ഫ്ലവേഴ്സ് ഈ കമ്പി വെച്ച് തന്നെ ചുറ്റി കൊടുക്കുന്നത്. ആ ചുറ്റിക്കൊടുത്ത കമ്പിയുടെ മേലെ കൂടെ നമ്മൾ ഗ്രീൻ ടേപ്പും കൂടി ഒന്ന് ചുറ്റുന്നുണ്ട്, സെപ്പറേഷൻ അറിയാതിരിക്കാനായിട്ട്. നല്ലവണ്ണം ചുറ്റി കൊടുക്കണം. ആ കമ്പിയുടെ പിരിഞ്ഞിരിക്കുന്ന ഭാഗം ഫുള്ള് ഹൈഡാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ ടേപ്പ് നന്നായിട്ട് ചുറ്റി കൊടുക്കുന്നത്. ഞാൻ എല്ലാ ഫ്ലവേഴ്സും നമ്മുടെ ബ്രാഞ്ചസിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ ടേപ്പും ചുറ്റിയിട്ടുണ്ട്. നമുക്ക് മിച്ചം വന്നിരിക്കുന്ന ലീവ്സ് നമ്മുടെ ഈ ഗ്യാപ്പുകളിലെല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ സെയിം ഗ്രീൻ ടേപ്പ് വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിനെ നല്ലൊരു വേസിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിതാണിപ്പം ഈ ബ്രാഞ്ചസ് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന വേസ്. നമ്മൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, നമ്മുടെ വേസിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്.